നമ്മുടെ സെലിബ്രിറ്റി ഓണറിൽ നമുക്ക് തുടങ്ങാം. ഭയങ്കര എനർജിയാണ് സീസൺ 1 വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത് എൻകറേജ് ചെയ്തൊരു വ്യക്തിയാണ്. എങ്ങനെ നോക്കുകയാണെന്ന് ഈ സീസൺ 2 അല്ല, എനിക്ക് ക്രിക്കറ്റുമായിട്ടുള്ള ആദ്യ ബന്ധം സീസൺ 1 ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ സീസൺ 2 നമുക്ക് ഭാഗമാകാൻ കഴിയുന്നതിൽ. അപ്പോൾ ഈ LMS എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും CCF ചതിയാണ് കാണിച്ചത്. മൊത്തം മാറ്റി പുതിയ ഫോർമാറ്റ്. ഇനിയിപ്പോൾ ഇത് പഠിച്ചെടുത്തിട്ടുണ്ടോ. എന്തായാലും വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഗംഭീരമാവട്ടെ. മാം പറഞ്ഞ പോലെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും നമുക്ക് ശ്രമിക്കാം. സന്തോഷം. Thank you for inviting me first of all. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ CCFന്റെ ഒരു പ്രോഗ്രാമിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതിന്റെ ഭാഗമായതിൽ. സോ ചീറ്റ ചേസേഴ്സ്, സോ ഐ മീൻ നൗ. ഇതിനു മുമ്പ് ഞാൻ CCFന്റെ ഒരു പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു. രണ്ട് വാക്ക് കൂടി പറയണം പ്ലീസ് അബൌട്ട് ദിസ് ടൂർണമെന്റ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഈ CCFന്റെ ഒരു ഭാഗമാകുന്നത്. ഇതിന്റെ ആദ്യത്തെ സീസണിന്റെ ഇതിന്റെ എനർജി മുഴുവൻ എനിക്കറിയാം. കാരണം സാജു എല്ലാം പറയാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ സാജു പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സാജു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷസ്. അടിപൊളിയാവട്ടെ. ഒത്തിരി സന്തോഷം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റനീഷിന്റെ ഗറില്ല ലൈഡേഴ്സിലായിരുന്നു. അപ്പൊ ഒരേ പോകുള്ള രണ്ടുപേരെ TV വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റിയേക്കുന്ന റനീഷ്. പക്ഷെ പുതിയ ടീം എടുത്തു കഴിഞ്ഞപ്പോഴും പ്രദോസ് ശരിയാക്കി വന്നപ്പോഴത്തേക്ക് കറക്റ്റ് എൻ്റെ പേര് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും എല്ലാ ടീമുകളും ജയിക്കാൻ പറ്റില്ലെന്ന് ബിന്ദു ചേച്ചി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ ഒഴിവായി പോകണമായിരിക്കും നല്ലത്. എന്തായാലും ഞങ്ങൾക്ക് ജയിച്ചേ പറ്റുള്ളൂ, കപ്പടിക്കണം. താങ്ക് യു. So let's hear from Atira, right? Yeah. Thank you so much. ആദ്യമായിട്ടാണ് CCFന്റെ ഒരു പാട്ടാവാൻ പറ്റുന്നത്. ഈഗിൾ എംബസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു എവറി അതർ ടീം. താങ്ക് യു. താങ്ക് യു ആതിര. ടീമിനെ റെപ്രസെന്റ് ചെയ്ത് ഇനി ആരാണ് സംസാരിക്കാൻ പോകുന്നത്? യെസ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം പ്രീമിയർ ലീഗ് കളിച്ചില്ലായിരുന്നു. ഈ വർഷം ഒരു ടീമിൻ്റെ ഓണറാകാൻ പറ്റി. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. നരിഭായ് വീണ്ടും ഭയങ്കര അല്ലെ, രുചിഭായുടെ എല്ലാ ടൂർണമെന്റ്സിലെ ക്രിക്കറ്റ് ടീമുകളും ഭയങ്കര സപ്പോർട്ട്, നല്ലൊരു സുഹൃത്തു കൂടിയാണെന്ന് എനിക്കറിയാം. എന്താണ് പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മാച്ചസിന് മുമ്പ് വിന്നേഴ്സിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം എന്നൊരു അല്ലേ ഒരു സ്പോൺസർ വന്നിട്ട് അങ്ങനെ പറയണ്ടായി. എനിക്ക് തോന്നുന്നു അത് മനസ്സിൽ വെച്ചിട്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ നമ്മുടെ ടീമൊക്കെ കളിച്ചത്. ഉദ്ദേശശുദ്ധി പോരായിരുന്നു. അപ്പോൾ ഇത്തവണ ഫോർ ദ ലവ് ഓഫ് സ്പോർട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ശരിക്കും ഫോക്സ് ഫൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗുഡ് ഈവനിങ്. താങ്ക് യു. താങ്ക് യു. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. CCFന്റെ ഈ സീസൺ 2 വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സീസൺ 1ന്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ. അന്ന് ഞാൻ വേറെ ഒരു ടീമിന്റെ കൂടെയായിരുന്നു, ചീറ്റ ചേസേഴ്സിന്റെ കൂടെയായിരുന്നു. ആൻഡ് നൗ ഫോക്സ് ഫൈറ്റേഴ്സ്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CCF അതിന്റെ പേര് തന്നെയാണ്, അതായത് സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റി ആണ്. ഇത്രയും സൗഹൃദപരമായിട്ട് സഹോദര്യപരമായിട്ട് ഇങ്ങനെ ഒരു ഫിലിം ഫ്രട്ടേണിറ്റിയിൽ ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് വേറെ ഏത് സംസ്ഥാനത്തിൽ നടക്കും? ഓൺലി ഇൻ ബോളിവുഡിൽ മാത്രമേ നടക്കുള്ളൂ. ഇത്രയും സ്നേഹവും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവർ എനിക്ക് തോന്നുന്നു അത്രയും ഉണ്ടാവുള്ളൂ. ഒരു ഗ്യാങ് ഉണ്ടാവുമായിരിക്കും മറ്റ്
ലാംഗ്വേജിൽ പോയി കഴിഞ്ഞാൽ. പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാവർക്കും സൗഹൃദമുണ്ട്. മറ്റൊരാളും കൂടെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. സോ അങ്ങനെയുള്ള ഒരു വലിയ ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായിട്ട് ക്രിക്കറ്റിന്റെ ഒരു വലിയ ടീമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ക്രിക്കറ്റിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളൊന്നുമല്ല. ചെറുപ്പത്തിൽ മട്ടലൊക്കെ എടുത്ത് വെട്ടിയിട്ട് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാൻ പോയ ആളുകളുടെ കൂടെ പോയി കളിച്ച പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ക്രിക്കറ്റ് കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ഒരുപാട് അറിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും അതിന്റെ ഒരു എന്തോസിയാസം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ ഈ ഒരു ടീമിന്റെ പേര് ഫോക്സ് ഫൈറ്റേഴ്സ് ആണല്ലോ. ബാക്കിയുള്ള ടീമിനൊക്കെ നല്ല ശക്തിയുള്ള ആളുകളുണ്ട്. ഇതെല്ലാം ആനിമൽസ് ആണ്, ശക്തിയുള്ള ആനിമൽസ് ഉണ്ട്, നന്നായിട്ട് ചാടുന്ന ആനിമല്, എത്തിപ്പിടിക്കാൻ പറ്റുന്നത് എല്ലാം ഉണ്ട്. പക്ഷെ എന്തുണ്ടായിട്ടും കാര്യമില്ല, കൗശൽ കുറുക്കൻ രാജാവ്, കുറുക്കന്റെ ബുദ്ധി ഞങ്ങളുടെ ജീവനുണ്ട്. അപ്പൊ ആ കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കള്ളക്കളി കളിക്കൂല. ഞാൻ കള്ളക്കളിയില്ല, പക്ഷെ കുറുക്കന്റെ കൗശലം ഉപയോഗിച്ച് ഞങ്ങളുടെ ടീം ജയിച്ചിരിക്കും. വാഷിംഗ്ടണിൽ മിയാമി ബീച്ചിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്രാവശ്യം നമുക്ക് എന്തായിരിക്കും ഗിഫ്റ്റ് കിട്ടുക? ഇപ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? അപ്പൊ ഇത്തവണ നമ്മൾ കാനഡയില് നമ്മൾ പോകുന്നതായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ജയിച്ചിരിക്കും. ഗുഡ് ഈവനിങ് എവരിവൺ. ഇവിടെ ഈ CCF-ന്റെ ഭാഗമായിട്ട് രണ്ടാമത് ഒന്നുകൂടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ലാസ്റ്റ് ടൈം ഞാൻ ടൈഗർ റൈഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. ഇപ്രാവശ്യം പോയിട്ടേഴ്സിന്റെ കൂടെയാണ്. എന്റെ ജേഴ്സി മാത്രമേ മാറുന്നുള്ളൂ. ക്രിക്കറ്റിനോടുള്ള പാഷനും സ്നേഹവും CCF-നോടുള്ള പാഷനും എല്ലാം കൂടുതൽ ശക്തമായിട്ടേ ഉള്ളൂ. എന്റെ ടീമിനും ഈ ലീഗിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും എല്ലാ ആശംസകളും നേരുന്നു. ഒരു പവർഫുൾ സീസൺ ആണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. CCF എന്ന് പറയുമ്പോൾ അനിൽചേട്ടൻ ഫസ്റ്റ് സീസണിൽ വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനൊരു എന്താ പറയാ, എനിക്ക് CCF തന്നൊരു കാൻഗ്രൂ നോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ്. സോ താങ്ക് യു സോ മച്ച്. ഈ രണ്ട് ശരിക്കും പറയുന്നത് ബാക്ക് ബോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് ദ ഹോൾ ടീം സ്റ്റിൽ വി ആർ ഇൻ ടച്ച്. ആൻഡ് സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കഴിഞ്ഞ സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് കളിച്ച് കുറെ എന്താ സ്വെറ്റ് എല്ലാ പല ടീംസും കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളുടെ ടീം കൊടുത്തത് കുറെ ബ്ലഡ് ആണ്. ബിക്കോസ് ഞങ്ങളുടെ ക്യാപ്റ്റൻ എൻജോയ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് കപ്പ് കിട്ടാൻ പോയതാണ്. ആൻഡ് ഓൾവേസ് വി സേ ദാറ്റ് യു നോ തോറ്റിട്ട് ജയിക്കുമ്പോഴാണ് അതിന്റെ ഒരു മധുരം കൂടുതലെന്ന് പറയും. സോ കഴിഞ്ഞ സീസൺ ഞങ്ങൾ തോറ്റ് തന്നു. ഈ സീസൺ എന്തായാലും ഞങ്ങൾ കപ്പ് കൊണ്ടുപോകും, ഉറപ്പ് അല്ലേ? അപ്പൊ ഇപ്രാവശ്യം കപ്പ് എന്തായാലും ഞങ്ങളുടെ ഫാമിലിയിലേക്കായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ദ ടീംസ്. ലുക്കിംഗ് ഫോർവേഡ്. എന്താ കേട്ട് നോട്ട് ഇൻട്രസ്റ്റഡ്. സോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇറ്റ്സ് an honor to be here again. Looking forward for the matches. Thank you. അപ്പോ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തോറ്റു തന്ന പോലെയല്ല, ഇപ്രാവശ്യം കപ്പടിക്കുന്ന പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ്യൂം അടിപൊളിയല്ല, മാച്ചിങ് കോസ്റ്റ്യൂം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എന്തോ ബെസ്റ്റ് ഡ്രസ് കിട്ടിയപ്പോഴത്തേക്ക് അനുചേട്ടാ എന്തോ ഞങ്ങൾക്ക് വാഗ്ദാനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയില്ല. US കൊണ്ടുപോയില്ല, ജോലി മുതൽ ടീം വന്നില്ല. ഇപ്പോഴും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യത്തും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇന്റർനാഷണൽ ട്രിപ്പ് തരൂ. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഇതിന്റെ സെക്കൻഡ് ടൈം ആണ് വിത്ത് CCF. എല്ലാവർക്കും പുതിയ ടീംസ് ആണ് കിട്ടുന്നത്. ഞാൻ മാത്രം ലൈൻ ലെജൻസിലുണ്ട്, പക്ഷെ എനിക്ക് പുതിയ ടീമിനെയാണ് കിട്ടിയത്. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. അമർ ചേട്ടനും പ്രശാന്തനും ഒക്കെ നമ്മുടെ കൂടെ നമ്മുടെ ലൈൻ ലെജൻസ് ടീമിലുണ്ട്. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെയാണ്. അപ്പോ എന്തായാലും വിഷിംഗ് ഓൾ ദ ടീം ഗുഡ് ലക്ക്. ആൻഡ് ലൈൻ ലെജൻസ് ഈ ഒരു സീസൺ ജയിക്കട്ടെ, ജയിക്കണം ആൻഡ് ജയിച്ചിരിക്കും. ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ട് 3 പേരാണ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. 3 പേര് പോയാൽ എന്താകും എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവകാശവാദത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ.
നാളെ ഓപ്ഷൻ കഴിഞ്ഞ് ടീം ഏതാണെന്ന് തന്നെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങളുടെ ടീമിലേക്ക് വരുന്നവർക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 1 സ്വാതന്ത്ര്യം, 2 സാഹോദര്യം, 3 സൗഹൃദം. ഇത് 3ഉം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. യാതൊരു പ്രഷറും ഇല്ലാതെ ഞങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിന് കളിക്കാൻ പറ്റും. അതാണ് അമർബായുടെ ആഗ്രഹം. നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പം പലപ്പോഴും നമുക്ക് നമ്മുടെ ട്രൂ ഇമോഷൻസ് പലയിടത്തും കാണിക്കാൻ പറ്റില്ല. ഗ്രൗണ്ടിലാണ് ആക്ച്വലി ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ വരുന്നത് ഒരു പച്ച മനുഷ്യനായിട്ട് പെരുമാറാനും കളിയാക്കാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും പിണങ്ങാനും വഴക്കുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് മനുഷ്യരായിട്ട് കളിക്കാം, മനുഷ്യരായിട്ട് ഇടപെടാം. ഞാൻ CCFന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ എല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം ക്രിക്കറ്റിനെയും സിനിമയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു വേദി കിട്ടിയതും ഇവിടെ കൂടിച്ചേരാൻ സാധിച്ചതും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയതും. സിനിമയിലെ വിവിധ മേഖലകളിൽ ചിതറിക്കിടന്ന ഒരു കൂട്ടം ആൾക്കാരെ ക്രിക്കറ്റ് എന്ന് പറയുന്ന പൊതുവികാരത്തിലൂടെ ഒരുമിച്ച് ചേർത്ത് ഇവിടെ എത്തിച്ച അതിനെ ഓരോ വർഷവും പുതിയ പുതിയ മേഖലകളിലേക്ക് വളർത്തുന്ന അനിലേട്ടനും അനിലേട്ടൻ്റെ പടയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ. നമുക്ക് ക്രിക്കറ്റ് എൻജോയ് ചെയ്യാം. താങ്ക് യു. Thank you so much, Alexander Prashant. So, അവരുടെ സംസാരിച്ചില്ലേ പ്രശ്നമാണോ അല്ലെ? ഞങ്ങളുടെ എന്താണ് സെലിബ്രിറ്റി ഓണർ ധ്യാൻ ആക്ച്വലി ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തിട്ട് ഞങ്ങൾ ധ്യാനിനെ ആക്ച്വലി ഈ പരിപാടി അറിയിച്ചിട്ട് പോലും ഇല്ല. അദ്ദേഹം ഇൻ പീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം നമ്മളുടെ കൂടെ ടൂർണമെന്റിൽ ജോയിൻ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. സോ ബാക്കി ഞങ്ങളുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരേ പാർട്ണർ ഉണ്ടായിരുന്നു, അദ്ദേഹം അത്യാവശ്യം പുറത്തു പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരായത്. പക്ഷെ ഞങ്ങൾ